മിന്നൽ പ്രതാപൻ. സേനയ്ക്കുള്ളിലും പുറത്തും പ്രതാപചന്ദ്രൻ്റെ വിളിപ്പേരാണിത്. പെട്ടെന്ന് ദേഷ്യം വരും, കയ്യിൽ കിട്ടുന്നവരെ കരണം നോക്കി തല്ലും. ഗർഭിണിയായ സ്ത്രീ മാത്രമല്ല ഇയാളുടെ മർദ്ദനത്തിനിരയായത്. ഗർഭിണിയെ മുഖത്തടിച്ചതിന് സസ്പെൻഷനിലായ SHO പ്രതാപചന്ദ്രനെതിരെ കൂടുതൽ പരാതികൾ ഉയരുന്നുണ്ട്. പ്രതാപചന്ദ്രൻ മുഖത്തടിച്ചെന്നും കള്ളക്കേസെടുത്തെന്നും ആരോപിച്ച് സ്വിഗ്ഗി ജീവനക്കാരനായ യുവാവിൻ രംഗത്തെത്തി. റോഡിലും പോലീസ് സ്റ്റേഷനിലും വെച്ച് മർദ്ദനമേറ്റ പാലക്കാട് സ്വദേശിയായ യുവനടനും ഇപ്പോൾ നിയമ പോരാട്ടത്തിലാണ്. ഏപ്രിൽ 1 കാക്കനാട് സ്വദേശി റനീഷിന്റെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത ഓർമ്മയാണ്. കൊച്ചിയിലെ ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരനായ റനീഷ് ജോലിക്കിടെ എറണാകുളം നോർത്ത് പാലത്തിനിടയിൽ ഉച്ചവിശ്രമത്തിലായിരുന്നു. അപ്പോൾ ആ വഴി വന്ന പ്രതാപചന്ദ്രനും പോലീസുകാരും റനീഷിനെ ഒരു കാരണവുമില്ലാതെ മർദ്ദിച്ചു. സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോയ ശേഷവും മർദ്ദനവും ശകാരവും. പരാതി നൽകിയിട്ടും ഒരു ഫലവുമില്ലെന്നും പോലീസുകാരെ ഇന്ന് കാണുമ്പോൾ വെറുപ്പാണെന്നും റനീഷ് പറയുന്നു. 2023 പ്രതാപചന്ദ്രൻ ഉൾപ്പെടെയുള്ള പോലീസുകാർ മർദ്ദിച്ചെന്ന് വെളിപ്പെടുത്തി പാലക്കാട് പാഞ്ഞാർ സ്വദേശി സനൂപും രംഗത്ത് വന്നു. കിങ് ഓഫ് കൊത്ത ഷൂട്ടിംഗ് സമയത്താണ് യുവനടനായ സനൂപിനെ ലഹരി ഉപയോഗിച്ചെന്ന് ആരോപിച്ച് റോഡിലും പോലീസ് സ്റ്റേഷനിലും വെച്ച് മർദ്ദിച്ചത്. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് വിഷ്വൽ എഡിറ്ററായ രാഹുൽ രാജനും മർദ്ദനമേറ്റു. ഞങ്ങളുടെ വണ്ടികൾ ഇവർ സ്റ്റേഷനിലേക്ക് എടുത്ത് കൊണ്ടുവന്ന് നിൽക്കാം. എന്നുവെച്ചാൽ ഞങ്ങൾ വണ്ടി അവിടെ നിന്ന് കട്ടുകൊണ്ട് വന്നാന്നുള്ള രീതിയിൽ അത് മോഷ്ടിച്ച വണ്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വണ്ടിയുടെ പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്, സാറിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമാണെന്നുണ്ടെങ്കിൽ സാറിന് പരിവാഹനിൽ ചെക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ അതൊന്നും സമ്മതിക്കില്ല, നിൻ്റെ ഒന്ന് പരിവാഹൻ ചെക്ക് ചെയ്യില്ല ഞങ്ങളുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറേ കഴിഞ്ഞപ്പോൾ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുക അത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഗെയിൻസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സമ്മതിക്കാതെ ഇരിക്കുമ്പോൾ ഇവർ തെരുവിളിയൊക്കെ തുടങ്ങി. തെരുവിളി കുറേ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കൊണ്ടുപോകാനും ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നാട്ടുകാർ നോക്കിയൊക്കെ അതൊക്കെ. ഞങ്ങൾക്ക് വേറെ വഴിയില്ലാണ്ടായപ്പോൾ രാഹുൽ എന്ത് ചെയ്തു, അവൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തു. ഇത് ഈ ഷൂട്ട് ചെയ്യണ ആ സമയത്ത് തന്നെ പ്രതാപചന്ദ്രൻ എന്നുള്ളത് പുള്ളി നേരെ കയറി വന്നിട്ട് ഒറ്റ തല്ലി. ഇവന് തല്ലിയിട്ട് ഈ കണ്ണടയും കൂട്ടിയിട്ട് തല്ലിയിട്ട് അവൻ ഇവിടെ മൊത്തം ഡാർക്ക് ഷെയ്ഡ് എന്ന് വെച്ചാൽ ആകെ ബൾജായിട്ടൊക്കെ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവനെ നേരെ കൊണ്ടുപോയിട്ട് രാഹുലിനെ കൊണ്ടിട്ട് ബാക്കിലുള്ള ചുമരിൽ കൊണ്ട് ഇടിച്ചു. അതിനുശേഷം എന്നെ ഭയങ്കരമായിട്ട് വലിച്ചു കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള പോലീസുകാരെല്ലാം പാടെ വന്നിട്ട് ഞങ്ങളതിന് പിടിച്ചെടുത്തിട്ട് ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് തല്ലി. അവിടെ നിന്ന് ചെറിയത്തടിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ നിന്ന് കുറേ തല്ലി. പിന്നെ അവിടെ നിന്ന് വലിച്ചിട്ട് ജീപ്പിൻ്റെ അവിടെ കൊണ്ടിട്ട് രാഹുലിനെ ബൂട്ട് എടുത്ത് അവിടെ നിന്ന് ചവിട്ടി. CI പ്രതാപചന്ദ്രനെതിരെ നേരത്തെ വകുപ്പ് തല റിപ്പോർട്ട് ഉണ്ടായിരുന്നതായി വിവരമുണ്ട്. പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം മോശമാണെന്ന് ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ ബ്രാഞ്ചാണ് റിപ്പോർട്ട് നൽകിയത്. അമിതമായി പ്രതികരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് പ്രതാപചന്ദ്രനെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 3 സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. വേതന വർധനവ് തടയുക മാത്രമായിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതാപചന്ദ്രനെതിരെ ഉണ്ടായ നടപടി. മറ്റ് കർശന നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. ന്യൂസ് 18 കൊച്ചി.